കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്ന ഒരു കാര്യമാണ് 370 ബിരിയാണി. അപ്പോൾ ഞാൻ ആലോചിച്ച് എന്താണ് ഈ 370 ബിരിയാണി, എന്താ സാധനം എന്നറിയാൻ വേണ്ടി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. പിന്നെ ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യം അറിയാമല്ലോ, നമ്മളൊരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റീല് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വരുന്നതെല്ലാം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും. അങ്ങനെ ഒരു റീലിൽ തുടങ്ങി ഏകദേശം ഒരു 10-30 റീലിൽ ചെന്ന് നിന്നു. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനുണ്ട് പ്രണീത് മൂർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാളുടെ ഒരു കോമഡി ഷോയിൽ ഹിമാൻഷു എന്ന് പറയുന്ന ഒരു ബോയ് അയാളുടെ ഗേൾ ഫ്രണ്ടുമായിട്ട് ഉള്ളൊരു കാര്യം പറയുണ്ടായി. അപ്പോൾ അത് അയാൾ പറഞ്ഞ ഇങ്ങനെയാണ്, ഞാൻ 307 രൂപയ്ക്ക് എന്തോ അവൾക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ആ ബിരിയാണി മുതലാക്കാൻ വേണ്ടി റൂമിൽ കൊണ്ടുപോയിന്നോ പിന്നെ പാർക്കിൽ പോയിരുന്നോ അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ. എന്തിൻ്റെ ബേസിനാണെങ്കിലും അവൻ പറഞ്ഞ ശുദ്ധ വൃത്തികേടാണ്. ഒരു രീതിയിലും ആർക്കും അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം ഒരാൾക്കൊരു ഫുഡ് വാങ്ങിച്ചു കൊടുത്തു എന്ന് കരുതി അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി കുറച്ച് പൈസ സ്പെൻഡ് ചെയ്യുമെന്ന് കരുതി ഒരിക്കലും അത് അവരെ സെക്ഷുവലി എക്സ്പ്ലോയിറ്റ് ചെയ്യാമെന്നോ അല്ലെങ്കിൽ അവരെ മുതലെടുക്കാമെന്നോ ഉള്ളൊരു ലൈസൻസ് അല്ല. അപ്പോൾ അവൻ കാണിച്ചത് ആദ്യം നല്ല റോങ് ആണ്. ഒരു രീതിയിലും അതിനെ ന്യായീകരിക്കാൻ പാടില്ല. അതിനെ ന്യായീകരിക്കുന്നവരും ആ മൈൻഡ് സെറ്റുള്ള ആളുകൾ തന്നെ ആയിരിക്കും. ഈ ഒരു സംഭവം വൈറലായി കുറേ ആളുകളിലേക്ക് റീച്ച് ആയി തുടങ്ങിയപ്പോഴത്തേക്കും ഇയാൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനി ഇയാൾ ടെർമിനേറ്റ് ചെയ്തു. Hey everyone, over the last 24 hours, I have received hundreds of messages, emails, calls regarding one of our employees, Himanshu Dangra. Like many of you, I came across the clips that have been circulating online. Let me be very clear. The statements shown in those clips are offensive. They are not something I agree with. They are not something our company stands for. And they certainly should not be influencing young minds. We reviewed this matter internally. We spoke to our team, including female employees. We reviewed his conduct inside the workplace. And we asked difficult questions. But interestingly, we could not find a single complaint against him from our team. Team described him as professional, respectful, hardworking, and well-behaved at work. But what happened outside the workplace has now affected the workplace, and I have the responsibility towards the company, our team, our clients, and the environment we create here. That is why we have decided to part ways with Himanshu. കാരണം ഇങ്ങനെ മൈൻഡ് സെറ്റുള്ള ഒരാൾ ഞങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന കമ്പനി അയാളെ ടെർമിനേറ്റ് ചെയ്തു. നല്ല കാര്യം, വളരെ അഭിനന്ദനം അർഹിക്കുന്ന കാര്യം. നാട്ടിലും വീട്ടിലും എല്ലാം മോശപ്പേരായി ഉണ്ടായിരുന്ന ജോലിയും പോയി കിട്ടി. കാരണം ആലോചിക്കണം, ഇങ്ങനെയൊക്കെ വന്നിരുന്നിട്ട് ഇത്രയും മോശപ്പെട്ട രീതിയിലൊക്കെ പറയുമ്പോൾ അത് ആലോചിക്കണം, ഇനി മറ്റൊരാൾ പറയുമ്പോൾ അയാൾക്കൊരു പാഠമാവണം ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ. പക്ഷെ ഞാൻ പറയാൻ വന്നത് അതൊന്നുമല്ല. സെയിം ഷോയിൽ ഒരു MBBS സ്റ്റുഡൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, സേജൽ പവാർ എന്നാന്ന് തോന്നുന്നു അവരുടെ പേര്. സേജൽ പവാർ ഒരു MBBS സ്റ്റുഡൻ്റാണ്, ഒരു ലേഡിയാണ്. എനിക്ക് തോന്നുന്നു ഒരു 21-22 അത്രയൊക്കെ ഏജ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതേ സ്റ്റാൻഡപ്പ് കോമഡി ഷോയിൽ വലിയ കോമഡി ആയിട്ട് ഇവർ പറഞ്ഞൊരു കാര്യമാണ്, ഇവർ MBBS സ്റ്റുഡൻ്റ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇവർ പല കാര്യങ്ങളും പഠിക്കുന്നത് കെഡാവേഴ്സിലാണ്. കെഡാവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ സ്റ്റുഡൻസിന് പഠിക്കാനായിട്ട് നൽകുന്ന മൃതശരീരത്തിനാണ് കെഡാവർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ലഭിക്കുന്ന കെഡാവേഴ്സിൽ ഇവർക്ക് പുരുഷ കെഡാവേഴ്സിന് ലഭിക്കുമ്പോൾ ഇവർ അതിൻ്റെ മെയിൽ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് ഓർഗനെ നോക്കി അതിനെ വെച്ച് ജോക്സ് പറയുകയും അതിൻ്റെ മെഷർമെൻറ്റ് അളന്ന് കളിയാക്കുകയും അതിനെപ്പറ്റിയുള്ള വൾഗർ ജോക്സ് പറയുകയൊക്കെ ചെയ്യാറുണ്ടെന്ന് ഇവർ പറഞ്ഞു. फिर ऊपर एब्डोमेन काटा, हाँ, फिर स्कल काटा और फिर लास्ट में जो भी है रिप्रोडक्टिव ऑर्गन. तू पक्का डॉक्टर है या कसाई है? और ऐसे कोई जोक वो भी मारते थे भैया, एकदम सीरियस रहते सब लोग. जोक वो भी मारते हैं क्या? इसके दिमाग में कुछ नहीं है? व्हाटएवर जो भी साइज वगैरह जो क्या साला तुम लोग ये सब बातें करते हो? बेचारे चाचा ने नोबेल कॉज के लिए अपनी बॉडी डोनेट की है और बच्चे लोग भाई चाचा का छोटा है. അതുപോലെ തന്നെ പഠിക്കുന്ന ഒരു സമയത്ത് ഇതിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ, ആ പീനിസൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നതിനെ കുറിച്ചൊക്കെ വളരെ വൾഗറായിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു. അപ്പോൾ ഇതും ആ ഒരു സ്റ്റാൻഡപ്പ് കോമഡിയിൽ എയർ ചെയ്യപ്പെട്ട കാര്യമാണ്. എയർ ചെയ്യപ്പെട്ടപ്പോഴത്തേക്കും ആളുകൾ അത് കണ്ടു. 4000 ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടിക്ക് ഇപ്പോൾ ഏകദേശം 2,44,000 ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ പറയാൻ വന്നത്, രണ്ടും ചെയ്തത് വലിയ തെറ്റ്. ഈ രണ്ടാമത്തെ തെറ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ഒരാളെ സമൂഹം ക്രൂശിച്ചു, ഒരാളെ സമൂഹം തെറി വിളിച്ചു, ഒരാളെ സമൂഹം ഒറ്റപ്പെടുത്തി, അവനുണ്ടായിരുന്ന ജോലി കളഞ്ഞു, അവൻ്റെ ജീവിതമാർഗ്ഗം കളഞ്ഞു, എല്ലാം കളഞ്ഞു, നല്ല കാര്യം. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ അവരെ കൂടുതൽ പോപ്പുലറാക്കി, അവർക്ക് ഫോളോവേഴ്സും കൂട്ടിക്കൊടുത്തു, അവരെക്കുറിച്ച് ആരും തെറി പറഞ്ഞുമില്ല, അതിനെക്കുറിച്ച് സംസാരിച്ചതുമില്ല. ഇപ്പോൾ പിന്നെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ എന്തെങ്കിലും സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റുഡൻസ് MBBSന് ചേരുമ്പോൾ അവിടെ ഒരു പ്ലെഡ്ജ് ഉണ്ട്, അറിയോ? ഞാൻ ജസ്റ്റ് അതോടെ ഒന്ന് വായിക്കാം. I solemnly pledge to treat the human cadaver with utmost respect and dignity. I recognize that this body was donated selflessly for advancement of medical knowledge and the benefit of humanity. I shall maintain confidentiality, handle the body with care, and always remember the sacrifice made by the donor and their family. I will honor this gift by becoming
എ കമ്പാഷനേറ്റ് ആൻഡ് എത്തിക്കൽ ഫിസിഷ്യൻ. ഇനി ഞാൻ ഇതിൻ്റെ തർജ്ജിമയും കൂടെ ഒന്ന് പറയാം. അതായത് വളരെയധികം പവിത്രതയോടെയും ബഹുമാനത്തോടെയും കൂടി മാത്രമേ ഞാൻ ഹ്യൂമൻ കഡാവേഴ്സിനെ സമീപിക്കുള്ളൂ. മനുഷ്യകുലത്തിൻ്റെ ഉന്നമനത്തിനും മെഡിക്കൽ ഫീൽഡിൻ്റെ പുരോഗമനത്തിനുമായിട്ട് ഒരാൾ വലിയ മനസ്സോടുകൂടി ദാനം ചെയ്തതാണ് ഈ ശരീരം. അതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യും. ഈ ബോഡി വളരെയധികം ശ്രദ്ധയോടുകൂടി മാത്രമേ ഞാൻ കൈകാര്യം ചെയ്യുള്ളൂ. അതുപോലെ തന്നെ കമ്പാഷനേറ്റ് ആയിട്ടുള്ള എത്തിക്കലായിട്ടുള്ള ഒരു ഫിസിഷ്യൻ ആയിക്കൊണ്ട് ഈ ഒരു ഗിഫ്റ്റിനെ ഞാൻ വളരെയധികം ബഹുമാനിക്കും. ഇതാണ് ആ ഒരു പ്ലെഡ്ജ്. അങ്ങനെ പറഞ്ഞ് എൻറോൾ ചെയ്ത ഒരു MBBS സ്റ്റുഡൻ്റാണ് ഇത്രയും പച്ചയ്ക്ക് വന്നിരുന്ന ആ ഷോയിൽ വന്നിരുന്നിട്ട് ഒരു മെയിൽ ബോഡി, ഒരു ഹ്യൂമൻ കഡാവറിനെ കുറിച്ച് ഇത്രയും വൾഗറായിട്ട് സംസാരിച്ചത്. നാളെ ഇവരൊക്കെ ഒരു ഡോക്ടറായി കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് ചികിത്സയ്ക്ക് പോകുന്ന ആളുകളെ ഇവരെങ്ങനെയായിരിക്കും സമീപിക്കുന്നത്? പക്ഷെ പറഞ്ഞത് ഒരു പെണ്ണായതുകൊണ്ട് മാത്രം ആദ്യം ഇവർക്കെതിരെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. ഒരു പുരുഷ മൃത ശരീരത്തെക്കുറിച്ച് സ്ത്രീ ആയിട്ടുള്ള ഒരു MBBS സ്റ്റുഡൻറ്റ്, സ്ത്രീ ആയിട്ടുള്ള ഒരു ഡോക്ടർ പറഞ്ഞുകൊണ്ട് അത് കോമഡി ആയിട്ട് എടുത്തു, അത് തമാശയായി. ഇതേ സമയം ഒരു പുരുഷനായിട്ടുള്ള MBBS സ്റ്റുഡൻറ്റ് ഒരു സ്ത്രീ കഡാവറിനെ കുറിച്ചായിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ, അവരുടെ റീപ്രൊഡക്റ്റീവ് ഓർഗനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചിരുന്നെങ്കിൽ, ഈ പറയുന്ന സ്യൂഡോ ഫെമിനിസ്റ്റുകളെല്ലാം കൂടി ഈ ഇന്ത്യ മഹാരാജ്യം കത്തിച്ച് ചാമ്പലാക്കിയാണ്. എന്തൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവുന്ന ആലോചിച്ചു. ഇക്വാലിറ്റി എന്ന് ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും തിന്നുമ്പോഴും കുടിക്കുമ്പോഴും എല്ലാം പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഈ ടീമുകൾ സെലക്റ്റീവ് ഇക്വാലിറ്റിയുടെ ആൾക്കാരാണ്. അവനവന് ബെനിഫിറ്റ് കിട്ടുന്ന കാര്യങ്ങൾക്ക് മാത്രം ഇക്വാലിറ്റിയും അല്ലാത്ത സമയത്തെല്ലാം ഫീമെയിൽ കാർഡ് ഇറക്കി കളിക്കുകയും ചെയ്യും. അപ്പോൾ ഒരിക്കലും നീതിയായിട്ടുള്ളൊരു കാര്യമല്ലത്. എത്രയും പെട്ടെന്ന് ഇവരുടെ മെഡിക്കൽ ലൈസൻസ് തന്നെ ക്യാൻസൽ ചെയ്യണം, ആ എൻറോൾമെൻറ്റ് ക്യാൻസൽ ചെയ്യണം. ഒന്നെങ്കിൽ ഇവരെ ദീർഘകാലത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്മിസ് ചെയ്യുകയോ ചെയ്യണം. ഒരു പബ്ലിക് ഷോയിൽ വന്നിട്ട് ഇങ്ങനെ ഇത്രയും വൃത്തിയോട് പറഞ്ഞിട്ടുള്ള ഒരാളെ പിന്നെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇവർ നാളെ ഡോക്ടറായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെ തന്നെ ഈ ഒരു വൃത്തിയുടെ പരിപാടിക്ക് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ സസ്പെൻഡ് ചെയ്യണം. ഇക്വാലിറ്റി എന്ന് പറഞ്ഞ് നാഴേക്ക് 40 വട്ടം കരയുന്ന ടീമുകളെല്ലാം സെലക്റ്റീവ് ഇക്വാലിറ്റിയുടെ ആളുകളാണ്, സെലക്റ്റീവ് പുരോഗമനത്തിൻ്റെ ആൾക്കാരാണ്. ഒരു പുരുഷൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഈ പറയുന്ന സ്യൂഡോ ഫെമിനിസ്റ്റുകളെല്ലാം കൂടെ ഇറങ്ങും കൊടിയും പിടിച്ചോണ്ട്. അതേസമയം ഒരു സ്ത്രീയാണ് തെറ്റ് ചെയ്യുന്ന അപ്പം ഇവരെല്ലാം കണ്ണടയ്ക്കും. ഇവിടെ ശരിക്കും ജെൻഡറിൻ്റെ കാര്യമൊന്നുമല്ല. ഉടായ്പകളും മോശം ആൾക്കാരും ക്രൂരന്മാരും വൃത്തികെട്ട ആൾക്കാരുമായിട്ടുള്ള ആൾക്കാരൊക്കെ എല്ലാ ജെൻഡറിലും ഉണ്ട്. മെയിൽസിലുണ്ട്, ഫീമെയിൽസിലുണ്ട്, ട്രാൻസ്ജെൻഡറിലുണ്ട്, എല്ലാ ആൾക്കാരിലും ഉണ്ട്. പക്ഷേ ആണുങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവനെ പബ്ലിക്കായിട്ട് തെറി വിളിക്കും, അവനെ പബ്ലിക്കായിട്ട് അറ്റാക്ക് ചെയ്യും, അവൻ്റെ ജീവിതം നശിപ്പിക്കും, ജോലി കളയും, എല്ലാം ചെയ്യും. ഫെമിനിസ്റ്റുകളെല്ലാം കൂടെ കൂട്ടം കൂടിയും ആക്രമിക്കും. സെയിം ടൈമിൽ സെയിം ഡിഗ്രി ഓഫ് കുറ്റം ഒരു പെണ്ണാണ് ചെയ്യുന്നതെങ്കിൽ അതിന് ഫെമിനിസം, ഇക്വാലിറ്റി, വുമൺ എംപവർമെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് വൈറ്റ് വാഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഏതെങ്കിലും ഒരാണ് ഇതിനെതിരെയൊക്കെ സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അവനെ റെഡ് ഫ്ലാഗ് ആക്കി ഷെയിം ചെയ്യുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇവരുടെ ഈ സെലക്റ്റീവ് ഹിപ്പോക്രാറ്റിക് റെഡ് ഫ്ലാഗ് ഷെയിമിങ്ങിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, താല്പര്യമുള്ളവർക്ക് കാണാം. അടുത്ത കണ്ടൊരു റീലാണ് Shall we split the bill? Yeah, sure. And we'll split periods. We'll split pregnancy. അതായത് ഒരു കപ്പിൾ എനിക്ക് തോന്നുന്നു ഒരുമിച്ച് പോയി ഫുഡ് കഴിച്ചാന്ന് തോന്നുന്നു. അതിൻ്റെ ബില്ല് വന്നപ്പോൾ ഷാൽ വി സ്പ്ലിറ്റ് ദ ബില്ലെന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിന് നേരെ ബില്ല് നീട്ടുകയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നു ഷാൽ വി സ്പ്ലിറ്റ് പീരീഡ്സ് ആണ്. ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല. എന്തെങ്കിലും പറഞ്ഞാൽ ഒരു തെറിയിൽ കുറഞ്ഞ് ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഒരു പെണ്ണിന് പീരീഡ്സ് വരുന്നതൊക്കെ ആണുങ്ങൾ എങ്ങനെയാണ് ഉത്തരവാദിയാകുന്നത്? എന്ത് ലോജിക്കാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് വിവരം കിട്ട കുറേ ആളുകൾക്ക് സോഷ്യൽ മീഡിയയും ഇങ്ങനെ എക്സ്ട്രാ പ്രിവിലേജസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്തും കാണിക്കാം എന്നുള്ളൊരു അവസ്ഥയാകും. ആ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ സ്പൈൻലെസ് ആയിട്ടുള്ള നട്ടിലില്ലാത്ത കുറേ ആളുകൾ അവർക്കും ഇതിൻ്റെ കൂട്ടത്തിൽ അംഗീകാരം കിട്ടാൻ വേണ്ടി ഇതെല്ലാം കണ്ണടച്ച് കേട്ട് മിണ്ടാതിരുന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനെതിരെയൊക്കെ ഇനിയെങ്കിലും നിങ്ങൾ ഇറങ്ങി പ്രതികരിച്ചു തുടങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ജീവിതം വലിയ കഷ്ടത്തിലായിരിക്കും. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നൊരു സാധനം പുരുഷന്മാർക്ക് മാത്രവും സ്ത്രീകൾക്ക് അക്കൗണ്ടബിലിറ്റി വേണ്ട എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അടുത്തൊരു റീൽ നോക്കാം. Expecting a guy to pay on your first date is considered so normal under the word chivalry. മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഫസ്റ്റ് ഡേറ്റ് ഒരു പുരുഷൻ ബില്ല് പേ ചെയ്യുന്നത് വളരെ നോർമലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത് ഷിവൽറി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റായിട്ട്, അതായത് പുരുഷൻ സ്ത്രീയെ ടേക്ക് കെയർ ചെയ്യുക, അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റാണ് ഷിവൽറി എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് ഈ പറഞ്ഞത്. Now expecting chivalry is like promoting patriarchy. It's just a pink label patriarchy. അടുത്ത പറഞ്ഞത് ഷിവൽറി എക്സ്പെക്ട് ചെയ്യുന്നത് പേട്രിയാക്കിയെ, ഈ കുലപതി സമ്പ്രദായത്തെ പ്രൊമോട്ട് ചെയ്യുന്നവരാണ്. ശരിയാണ് ആ പറഞ്ഞത്, കറക്റ്റാണ്. കാരണം നമ്മൾ കണ്ടുവന്നിട്ടുള്ള അങ്ങനെ തന്നെയാണ്. കാരണം പുരുഷൻ പ്രൊവൈഡ് ചെയ്യുന്നിടത്ത് അവനായിരിക്കും അപ്പർ ഹാൻഡ് വരുന്നത്, അവനായിരിക്കും മേൽക്കൈ വരുന്നത്. അപ്പോൾ ഷിവൽറിയെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് പേട്രിയാക്കിയെ പ്രൊമോട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്.
അബ്സല്യൂട്ട്ലി ഒരു പിങ്ക് ലേബൽ പേട്രിയൊക്കെയാണത്. And women who expect equal right and expect chivalry as well, they are nothing but pseudo-feminist. They are like pendulum. They want equality and non-equality as per their own convenience. വളരെ കറക്റ്റാണ്. അതായത് തരത്തിനനുസരിച്ച് ഷിവൽറിയും അതുപോലെ തന്നെ ഇക്വാലിറ്റിയും എക്സ്പെക്റ്റ് ചെയ്യുന്ന സ്ത്രീകൾ സ്യൂഡോ ഫെമിനിസ്റ്റുകളാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സെലക്റ്റീവ് ഫെമിനിസം എന്ന് പറയുന്നത്. അതായത് അവനവന് ബെനിഫിറ്റ് കിട്ടുന്ന കാര്യങ്ങളിലെല്ലാം ഇവർക്കൊന്നും ഇക്വാലിറ്റി വേണ്ട, മറ്റ് കാര്യങ്ങളിലെല്ലാം ഇക്വാലിറ്റി വേണം. അതിനാണ് സെലക്റ്റീവ് ഇക്വാലിറ്റി, സ്യൂഡോ ഫെമിനിസം, ഹിപ്പോക്രസി എന്നൊക്കെ പറയുന്നത്. അതായത് അവരുടെ സാഹചര്യങ്ങളും ആവശ്യങ്ങളും അനുസരിച്ച് ഇക്വാലിറ്റിയിലേക്കും പോവും, നോൺ ഇക്വാലിറ്റിയിലേക്കും പോകും. ബസ്സിൽ സ്ത്രീകൾക്ക് ഫ്രീ ടിക്കറ്റ്, ഉടനെ നോൺ ഇക്വാലിറ്റി, ഞങ്ങൾക്ക് ഇക്വാലിറ്റി വേണ്ട. ജോലി ചെയ്യുന്ന ആണിനും പെണ്ണിനും ഒരേ ശമ്പളം, ഇക്വാലിറ്റി വേണം. If someone is showing you chivalry out of goodwill, it's coming from a good heart, then it's okay. But you shouldn't expect it. Expecting chivalry, that's not feminism, girls. ഒരാൾ പൂർണ്ണ മനസ്സോടുകൂടി ഇഷ്ടത്തോടു കൂടിയൊക്കെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ അതിനൊരു മിനിമം, ബെയർ മിനിമമായിട്ടൊന്നും സെറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇന്ന് ഇതാണ് പല സ്യൂഡോ ഫെമിനിസ്റ്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ വിവാഹ മാർക്കറ്റിലേക്ക് തന്നെ വരുവാണെങ്കിൽ സ്ത്രീധനം വാങ്ങിക്കുന്നത് വലിയ തെറ്റാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ വൈഡായിട്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. വളരെയധികം ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. എന്നാൽ ഈ ഷിവൽറി എന്ന് പറയുന്ന സാധനം, അതായത് പുരുഷൻ പ്രൊവൈഡ് ചെയ്യണം, പുരുഷൻ പ്രൊട്ടക്റ്റ് ചെയ്യണം, പുരുഷൻ വീട്ടിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം, കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷൻ വെൽ സെറ്റിൽഡ് ആയിരിക്കണം, 6 ഡിജിറ്റ് സാലറി വേണം, വലിയ വീട് വേണം, കാറ് വേണം, ഇതെല്ലാം ഡിമാൻഡുണ്ട്. എന്നാൽ ഇവരെന്താണ് ടേബിളിലേക്ക് കൊണ്ടുവെക്കുന്നത്? ഇവർക്ക് എന്താണുള്ളത്? ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത് ചോയ്സും, എന്നാൽ ഒരു ആൺകുട്ടി വന്നിട്ട് എനിക്ക് ഇങ്ങനെയുള്ള പെൺകുട്ടിയെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മാത്രം എങ്ങനെയാണ് റെഡ് ഫ്ലാഗ് ആകുന്നത്? ഒരേ കാര്യം 2 പേര് പറയുമ്പോൾ, 2 ജെൻഡറിലുള്ള കാര്യം പറയുമ്പോൾ ഒരാളെ എല്ലാവരും കൈയടിച്ച് അംഗീകരിക്കുകയും മറ്റാളെ തെറി വിളിക്കുകയും ചെയ്യുന്നു. അടുത്തൊരു റീലിലേക്ക് പോവാം. Do women need men? No. And why? Because we are all self-sufficient and we are all earning. We are doing everything. We are doing everything that we want. तो मतलब क्यों ही जरूरत है लड़कों की? ഇങ്ങനത്തെ ഒരുപാട് റീലുകളുണ്ട് കേട്ടോ. അതായത് പെൺകുട്ടികളോട് ചെന്ന് ചോദിക്കും, ഡു വിമൻ നീഡ് മെൻ? അതായത് സ്ത്രീകൾക്ക് പുരുഷന്മാരെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള എല്ലാ റീലുകളിലും പെൺകുട്ടികൾ പറയും നോ, ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഡു വിമൻ നീഡ് മെൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്കറിയില്ല. ചിലപ്പോൾ വേണമായിരിക്കും, അവർക്ക് വേണ്ടായിരിക്കും. അതൊക്കെ അവരുടെ ചോയ്സ്, അവരുടെ അഭിപ്രായം. ഐ റെസ്പെക്ട് ദാറ്റ്. പക്ഷേ ഡു സൊസൈറ്റി നീഡ് മെൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100%. സൊസൈറ്റിക്ക് 100% പുരുഷന്മാരെ ആവശ്യമാണ്, പുരുഷന്മാരെ സ്ത്രീകളെ ആവശ്യമാണ്. അതാണ് സൊസൈറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ ഭൂമിയിൽ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും പോലാണ്. ഓക്സിജൻ നമ്മൾ മനുഷ്യർക്കൊക്കെ ശ്വസിക്കാൻ ആവശ്യമാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ പ്രകൃതി അതുപോലെ നിലനിൽക്കാൻ. ചെടികൾക്ക് ഫോട്ടോസിന്തസിസ് ചെയ്യണമെങ്കിൽ CO2 ആവശ്യമാണ്. ഭൂമിയിൽ ഓക്സിജൻ എങ്ങനെയാണോ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ CO2 ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഭൂമിയുടെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ CO2 ആവശ്യമാണ്. അതുപോലെ മനുഷ്യ ശരീരത്തിലെ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന CO2 ആണ് ബ്ലഡ് pH റെഗുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ അക്വാട്ടിക് ലൈഫിനും ഓഷ്യൻ എക്കോസിസ്റ്റത്തിനും ഒക്കെ കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമാണ്. അതുപോലെ തന്നെ പുരുഷനും സ്ത്രീയും ഒരുപോലെ ഈ സമൂഹത്തിന് ആവശ്യമാണ്. പുരോഗമനം അല്ലെങ്കിൽ ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ പുരുഷന്മാരുടെ പ്രസക്തി ഈ ലോകത്തില്ല എന്ന് പറയുന്നതല്ല. അതിന് പറയുന്ന പേരാണ് മിസാൻട്രിസ്റ്റ് എന്ന്, പുരുഷ വിരോധികളെന്ന്. ഫെമിനിസം എന്ന് പറയുന്ന പേരിൽ ഈ പറയുന്ന സ്യൂഡോ ഫെമിനിസ്റ്റുകളും കപട പുരോഗമനവാദികളും എല്ലാം പറഞ്ഞു പരത്തുന്നത്, അവർ സ്പ്രെഡ് ചെയ്യുന്ന ഹെയ്റ്റ് അഗെയിൻസ്റ്റ് മെൻ. പുരുഷന്മാരെ ഈ ലോകത്തിന് ആവശ്യമില്ല എന്നുള്ള പറയുന്ന പുതിയൊരു ആശയമാണ്, പുതിയൊരു ഐഡിയ ആണ് ഇവരിങ്ങനെ ഈ പല റീലുകളിലായിട്ട് ഇങ്ങനെ പുതിയ വരുന്ന ജനറേഷൻ്റെ തലയിലേക്ക് കുത്തിവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുരുഷന്മാരെ ആർക്കും എന്തും പറയാം, എന്ത് ചീത്തയും വിളിക്കാം, അവരെ ആവശ്യമില്ലെന്ന് പറയാം, അവർ വേസ്റ്റ് ആണെന്ന് പറയാം, ഒന്നും കുഴപ്പമില്ല, അതൊക്കെ പുരോഗമനമാണ്. പക്ഷേ സ്ത്രീകൾ കാണിക്കുന്ന ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അത് ആൻറ്റി പുരോഗമനവാദിയായി, റെഡ് ഫ്ലാഗായി. അങ്ങനെ ഇക്വാലിറ്റി ഇല്ലാത്ത ഈ ഒരു സിസ്റ്റം വെച്ചിട്ടാണോ നിങ്ങൾ ഇക്വാലിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങൾ ഈ ഇക്വാലിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഈ കപട സിസ്റ്റത്തിൽ തന്നെ ഇക്വാലിറ്റി ഇല്ല. അത് തന്നെ ഏറ്റവും വലിയ ഇൻഇക്വാലിറ്റിയാണ്. ഒരു ജെൻഡറിനെതിരെ മാത്രം ആക്രമിക്കുന്ന ഇൻഇക്വാലിറ്റി ഉള്ള ഒരു കപട സിസ്റ്റം വെച്ചിട്ടാണ് ഈ പറയുന്ന 90% പറയുന്ന ഫെമിനിസ്റ്റുകളെന്ന് പറയുന്ന സ്യൂഡോ ഫെമിനിസ്റ്റുകളും ഈ പറയുന്ന ഫെമിനിസവും ഇക്വാലിറ്റിയൊക്കെ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. പുരുഷന്മാരെ കുറ്റം പറയാതെ എവിടെയെങ്കിലും ഇവർക്ക് പുരോഗമനം പറയാൻ സാധിക്കുന്നുണ്ട്. ഇവർ പുരോഗമനം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ പുരുഷന്മാരെ ചീത്ത വിളിച്ചിട്ടാണ്. അതുപോലെ സ്ത്രീകൾ കാണിക്കുന്ന എന്തെങ്കിലും കുഴപ്പം നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ പറയും എല്ലാ സ്ത്രീകളും അങ്ങനെയല്ലെന്ന്. അപ്പോൾ പിന്നെ എല്ലാ പുരുഷന്മാരും ഇങ്ങനെയാണോ? ഏതെങ്കിലും പുരുഷന്മാരെ കാണിക്കുന്ന നിങ്ങൾ എല്ലാ പുരുഷന്മാരെയും പറയുന്ന അതിന് കുഴപ്പമില്ലേ? ഈ സിസ്റ്റത്തിൽ തന്നെ ഏറ്റവും വലിയ ഇൻഇക്വാലിറ്റിയാണ്. കൂടുതലൊന്നും പറയാനില്ല. സോ ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഇൻട്രസ്റ്റിംഗ്. If you like this video, please like, share and subscribe. And please don't forget to enable the bell button. I'll see you in my next video. I am Adil Hussain, signing off.